ഹലോ, അപ്പോൾ ഞാനിന്ന് മിൽക്ക് ബേബിക്കുള്ള ബനാന ഫ്രൈ ഉണ്ടാക്കുകയാണേ. നല്ല അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തത്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് ആഡ് ചെയ്യുന്നത്. നെയ്യ് RKG ആണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് ബേബി അല്ലാണ്ട് പഴം കൊടുത്താൽ കഴിക്കൂല കേട്ടോ. ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയും ഇട്ട് നെയ്യിൽ ഫ്രൈ ചെയ്ത് കൊടുത്താൽ ആൾ നല്ലോണം കഴിച്ചോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴൊന്നും ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടും കൊടുക്കേ, കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ഞാൻ പഴം ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം കുറച്ചൊന്ന് കൊടുത്തു നോക്കിട്ടോ മിലുവിന്. അപ്പോൾ ആൾ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാളെ പണിയാണിത്. അവിടെയുള്ള ഗോതമ്പ് മാവ് മൊത്തം എടുത്ത് നിലത്തേക്ക് ചെരിഞ്ഞ്. ഞാൻ അതിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യാൻ വെച്ച പഴം കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മിലുവിൻ്റെ പുറകെ ഓടുന്നുണ്ട്. ഭയങ്കര കുരുത്തക്കേടാ, ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഓടിക്കളിക്കും. അപ്പം നമ്മുടെ ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയും പഞ്ചസാര ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, മിലു ബേബിൻ്റെ പുറകെ ആയതുകൊണ്ട്. ഇങ്ങനെയാകുമ്പോൾ ആൾ കുറച്ചും കഴിക്കുന്നുണ്ട്. അധികം ഞാൻ കൊടുക്കാറില്ല, കാരണം കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ വൊമിറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ചേ കൊടുക്കാറുള്ളൂ, ബാക്കി ഞാനും കഴിക്കും. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി കൊടുത്ത് ആൾ ഭയങ്കര ഹാപ്പിയായി.